മടവൂർ CM സെന്റർ 8ാം ക്ലാസ് വിദ്യാർത്ഥി അബ്ദുൽ മാജിദിനെ കൊല ചെയ്ത സംഭവത്തിൽ പ്രതി ഷംസുദ്ദീനെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് പ്രതിയെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത്. പ്രകൃതിവിരുദ്ധ പീഡനത്തിന് തയ്യാറാകാത്തുള്ള വൈരാഗ്യമാണ് വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. പ്രതിക്കെതിരെ പോക്സോ പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. മാനന്തവാടി, കെല്ലൂർ, കാരക്കാമല, ചെറയിൽ മമ്മൂട്ടി മുസ്ലിയാരുടെ മകനും മടവൂർ CM സെന്റർ 8ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ അബ്ദുൾ മാജിദിനെയാണ് വെള്ളിയാഴ്ച രാവിലെ കുത്തിക്കൊലപ്പെടുത്തിയത്. കൃത്യം നിർവഹിച്ച ശേഷം ഇവിടെ നിന്നും രക്ഷപ്പെട്ട കാസർഗോഡ് ബേവിക്കാനം മൂളിയാട് മൂലടുക്കം വീട്ടിൽ ഷംസുദ്ദീനെ നാട്ടുകാർ പിടികൂടി കുന്നമംഗലം പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ആദ്യം തെറ്റായ വിലാസം നൽകിയ ഇയാൾ മാനസിക രോഗിയാണെന്ന് വരുത്തി തീർക്കാനും ശ്രമിച്ചു. രക്ഷപ്പെടാനാവില്ലെന്ന് ഉറപ്പായതോടെയാണ് ശരിയായ വിലാസം നൽകിയത്. കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് നിർബന്ധിച്ചിരുന്നതായും വിദ്യാർത്ഥി വഴങ്ങാതിരുന്നതാണ് കൊലപ്പെടുത്താൻ കാരണമെന്നും പോലീസിന് വിവരം ലഭിച്ചു. 1 മാസത്തോളമായി മടവൂർ CM മക്കാം പരിസരത്തും കുന്നമംഗലം ഭാഗത്തും ചുറ്റിക്കറങ്ങിയിരുന്ന ഷംസുദ്ദീൻ നിരവധി വിദ്യാർത്ഥികളെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് പ്രേരിപ്പിച്ചിരുന്നു. വിദ്യാർത്ഥികളുടെ പരാതിയിൽ ഇയാൾക്കെതിരെ പോക്സോ ആക്ട് പ്രകാരം 2 കേസുകളും രജിസ്റ്റർ ചെയ്തതായി കുന്നമംഗലം SI S രജീഷ് പറഞ്ഞു. സമയത്ത് തൊട്ട് മുമ്പ് മുതൽ ഇവിടെ കറങ്ങുന്നുണ്ട്. കാസർഗോഡാണ് സ്വദേശം. ഇയാൾ ഇങ്ങനെ അടിഞ്ഞിരുന്ന് നടന്നിട്ട് ഇവിടുത്തെ ഈ മക്കാമിൽ എല്ലാ വിശ്വാസികളും വരാറുണ്ട്. അതുകൊണ്ട് ഇതൊരു വിശ്വാസമായിട്ട് കണക്കിലെടുത്താണ് ജനങ്ങളും നമ്മളും പോലീസും അയാളെ ശ്രദ്ധിക്കാതിരുന്നു. ഇയാൾ അവിടുത്തെ അന്തേവാസികളായ കുട്ടികളോട് അപമര്യാദയായിട്ടും അനാശാസ്യത്തിലും നിർബന്ധിച്ചിട്ട് വേണ്ടൊരു പരാതി ഇന്നലെ അവിടുത്തെ അന്തേവാസികൾ 2 കുട്ടികൾ പരാതി തന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ 2 പോക്സോ കേസ് എടുത്തിട്ടുണ്ട്. മൊത്തം ഇയാൾക്ക് ഇപ്പോൾ 3 കേസുണ്ട്. കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തുടരന്വേഷണത്തിനും തെളിവെടുപ്പിനുമായാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ചേവായൂർ CI ബിജുവാണ് കേസ് അന്വേഷിക്കുന്നത്. മടവൂർ CM മക്കാം പരിസരം കേന്ദ്രീകരിച്ച് അസാൻമാർഗിക പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ചുറ്റിക്കറങ്ങുന്നതായ പരാതിയിൽ നടപടി സ്വീകരിക്കുമെന്നും SI പറഞ്ഞു. നാട്ടുകാർ ഈ മക്കാമിൽ ഇങ്ങനെയുള്ള വിശ്വാസികളിൽ നിന്ന് വരുന്നുണ്ട്. അതിൽ കുറച്ച് വേണ്ട നമുക്ക് ശരിയില്ലാത്ത ആൾക്കാർ വരുന്നുണ്ട്. അതിന് നടപടി എടുക്കുമ്പോൾ നാട്ടുകാർ ചേർന്നൊരു പരാതി വന്നിട്ടുണ്ട്. അതിനൊരു ആക്ഷൻ എടുക്കുന്നുണ്ട്. ഷംസുദ്ദീൻ നാടുവിടാനുള്ള കാരണങ്ങളും ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. ടീം വിഷൻ ന്യൂസ്, താമരശ്ശേരി. ലുലു വെഡിംഗ് സെന്റർ പേരാമ്പ്ര ഒരുക്കുന്ന സെക്കൻഡ് ഹാപ്പി സെലിബ്രേഷൻ. ഇതിന്റെ ഭാഗമായി 10 പേർക്ക് മാസ്ട്രോ സ്കൂട്ടർ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും. ലുലു വെഡിംഗ് സെന്റർ പേരാമ്പ്ര. ഫോൺ 9745 114466 0496 2615 770.